ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അഷ്നാസ് കോമേഴ്സ് ടോക്സ്. മുന്നത്തെ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സബ്സിഡറി ബുക്ക്, സ്പെഷ്യൽ ജേർണൽസിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സബ്സിഡറി ബുക്ക്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഏതൊരു ഓർഗനൈസേഷനും കറക്റ്റായിട്ട് ഇമ്പോർട്ടൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സബ്സിഡറി ബുക്കാണ് ക്യാഷ് ബുക്ക്. ഇന്ന് നമുക്ക് ക്യാഷ് ബുക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ക്യാഷ് ബുക്ക് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്സിഡറി ബുക്ക്. ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഏത് വലുതും ചെറുതുമായ ഏതൊരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനും ക്യാഷ് ബുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പ്രിപ്പയർ ചെയ്തിരിക്കണം. ക്യാഷ് ബുക്ക് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ്. ക്യാഷ് ബുക്ക് അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ക്യാഷ് റെസിപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും ഒക്കെ ആയിരിക്കും ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യുന്നത്. ക്യാഷ് ബുക്ക് ഹാസ് 2 sides: ഡെബിറ്റ് സൈഡ് ക്യാഷ് റെസിപ്റ്റ്സ്, ക്രെഡിറ്റ് സൈഡ് ക്യാഷ് പേയ്മെൻറ്റ്സ്. ക്യാഷ് ബുക്ക് സെർവ്സ് ദ പർപ്പസ് ഓഫ് ബോത്ത് ജേർണൽ ആൻഡ് ലെഡ്ജർ. ജേർണലിൻ്റെയും ലെഡ്ജറിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ക്യാഷ് ബുക്ക് പോസ് ചെയ്യുന്നുണ്ട്. ഡെബിറ്റ് സൈഡിൽ ക്യാഷ് റെസിപ്റ്റ്സും ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് പേയ്മെൻറ്റ്സുമായിരിക്കും ക്യാഷ് ബുക്കിൻ്റെ നമ്മൾ എൻട്രി ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക്. ഫസ്റ്റ് വൺ, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഓർ സിമ്പിൾ ക്യാഷ് ബുക്ക്. സെക്കൻഡ്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഓർ ക്യാഷ് ബുക്ക് ക്യാഷ് ആൻഡ് ബാങ്ക് കോളം ക്യാഷ് ബുക്ക്. തേർഡ് വൺ, ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ്, ബാങ്ക് ആൻഡ് ഡിസ്കൗണ്ട് കോളം. Fourth one, cash book with cash and discount column. Fifth, cash book with bank and discount column. Sixth one, petty cash book. ഇങ്ങനെ 6 ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്യാഷ് ബുക്ക് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്കും പെറ്റി ക്യാഷ് ബുക്കുമാണ്. ഫസ്റ്റ് നമുക്ക് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്താണെന്ന് നോക്കാം. A cash book which contains only one column for amount on both sides is called a single column cash book or simple cash book. ഒരു ക്യാഷ് ബുക്കിന് 2 സൈഡ്സ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റ്സും ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ്സും ആണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. അങ്ങനെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് വരുമ്പോഴേക്കും അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഒരു എമൗണ്ട് കോളവും ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് പേയ്മെൻറ്റ്സിനായിട്ടുള്ള ഒരു എമൗണ്ട് കോളവും കാണും. അങ്ങനെ 2 സൈഡിലും ഓരോ എമൗണ്ട് കോളം ഉള്ള ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്കാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് വരുന്നത്. അടുത്തത് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ക്യാഷും ബാങ്കും അങ്ങനെ 2 കോളം എമൗണ്ടിന് വേണ്ടിയിട്ട് ഉണ്ടാകും. ദ ക്യാഷ് ബുക്ക് ഹാവിങ് 2 columns ഓൺ ഈച്ച് സൈഡ് ഈസ് കോൾഡ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ക്യാഷ് ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ ബാങ്ക് വഴിയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസിനും വേണ്ടിയിട്ട് 2 സെപ്പറേറ്റ് കോളംസ് ക്രെഡിറ്റ് സൈഡിലും അതുപോലെ തന്നെ ഡെബിറ്റ് സൈഡിലും ഡബിൾ കോളം ക്യാഷ് ബുക്കിന് ഉണ്ടാകും. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഹെൽപ്സ് ഇൻ ഗെറ്റിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദ പൊസിഷൻ ഓഫ് ദി ബാങ്ക് അക്കൗണ്ട് ഫ്രം ടൈം ടു ടൈം. നമ്മുടെ കയ്യിലുള്ള ക്യാഷ്, ആ ബിസിനസ്സിലൂടെ റൺ ചെയ്യുന്ന ആ ഒരു ക്യാഷും അതേപോലെ തന്നെ അക്കൗണ്ടിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വഴി നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്ന ആ ഒരു ക്യാഷിൻ്റെയും കൂടെ ആ ഒരു പൊസിഷൻസൊക്കെ ഈ ഡബിൾ കോളം ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തേർഡ് വൺ, പെറ്റി ക്യാഷ് ബുക്ക്. ഓൾ ക്യാഷ് റെസിപ്റ്റ്സ് ആർ പെയ്ഡ് ഇൻ ടു ബാങ്ക് ആൻഡ് ഓൾ പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് ബൈ ചെക്സ്. ഇറ്റ് ബിക്കംസ് നെസസറി ടു കീപ്പ് എ സെപ്പറേറ്റ് സബ്സിഡറി ബുക്ക് നോൺ ആസ് പെറ്റി ക്യാഷ് ബുക്ക്. ഈ പെറ്റി ക്യാഷ് ബുക്ക് ഒരു ഓർഗനൈസേഷനിൽ മസ്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബാങ്ക് വഴി ഓൾ ക്യാഷ് റെസിപ്റ്റ്സ് ആർ പെയ്ഡ് ഇൻ ടു ബാങ്ക്. ക്യാഷ് റെസിപ്റ്റ്സ് ഒക്കെ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്കും അതുപോലെ ക്യാഷ് പേയ്മെൻറ്റ്സ് ഒക്കെ ചെക്ക് വഴി അങ്ങനെ ഒരു രീതിയിൽ ബിസിനസ്സിൽ ട്രാൻസാക്ഷനൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് ആയിരിക്കും കൂടുതലായിട്ട് പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആ ഒരു ആവശ്യം ഉണ്ടാകുന്നത്. റെക്കോർഡിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് വിച്ച് ആർ ടു സ്മോൾ ടു ബി പെയ്ഡ് ബൈ ചെക്സ്.
ഏറ്റവും ചെറുതായിട്ടുള്ള കുറച്ച് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസൊക്കെ നമുക്ക് ബിസിനസ്സിൽ ഉണ്ടാകാം. അങ്ങനത്തെ ട്രാൻസാക്ഷൻസൊക്കെ നമ്മൾ ഈ പെറ്റി ക്യാഷ് ബുക്കിലായിരിക്കും എൻട്രി ചെയ്യുന്നത്. എക്സാമ്പിൾ ക്യാരേജ്, പോസ്റ്റേജ്, കൺവെൻസ്, ഇതൊക്കെ വെറും ഒരു 10 റുപ്പി 50 റുപ്പീസ് ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന കുറച്ച് ട്രാൻസാക്ഷൻസാണ്. അതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചോളം അതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ് താനും, പക്ഷേ അത് ടു സ്മോൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും ആയിരിക്കും. അങ്ങനത്തെ ഉള്ള ഐറ്റംസൊക്കെയാണ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. പെറ്റി ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ പെറ്റി ക്യാഷ്യർ. പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പെറ്റി ക്യാഷ്യർ ആയിരിക്കും. ഈ പെറ്റി ക്യാഷ്യർ മെയിൻ അക്കൗണ്ടൻറ്റിൻ്റെ ഒരു സബായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. പെറ്റി ക്യാഷ് ബുക്ക് ഈസ് യൂഷ്വലി മെയിൻറ്റെയിൻ അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം. പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റത്തിലൂടെയാണ്. ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് വെച്ചാൽ നേരത്തെ തന്നെ എമൗണ്ട്, കുറച്ച് ആവശ്യങ്ങൾക്കായിട്ടുള്ള എമൗണ്ട് നേരത്തെ തന്നെ ഈ പെറ്റി ക്യാഷ്യറിൻ്റെ കയ്യിൽ കൊടുക്കും. അതിൽ നിന്നുമാണ് ഒരു ഫിനാൻഷ്യൽ ടൈമിലേക്കുള്ള ഒരു ഫിക്സഡ് പീരീഡിലേക്കുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അഥവാ പെറ്റി ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യുന്ന ട്രാൻസാക്ഷൻസൊക്കെ ആ ഒരു പെറ്റി ക്യാഷ്യർ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ നേരത്തെ തന്നെ കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് വെച്ചിട്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 months കൂടുമ്പോഴാണ് പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു 3 monthsനേക്കായിട്ടുള്ള പെറ്റി ക്യാഷ്യറിന് എത്രമാത്രം എമൗണ്ട്സ് ആവശ്യമാണോ, പെറ്റി ക്യാഷ് ബുക്കിലെ ഐറ്റംസ് ട്രാൻസാക്റ്റ് ചെയ്യാനായിട്ടുള്ള എമൗണ്ട് ആ ഒരു പീരീഡിന് തൊട്ട് മുന്നേ തന്നെ ആ ഒരു പീരീഡിൻ്റെ ആ ഒരു ബിഗിനിങ്ങിൽ തന്നെ കൊടുക്കും. അതിൽ നിന്നും ആ ഒരു ഒരു 5,000 റുപ്പീസ് ഒരു 3 monthsലേക്കുള്ളത് നേരത്തെ തന്നെ കൊടുത്തു. ആ 5,000 നിന്നായിരിക്കും ആ ഒരു 3 monthsലേക്കുള്ള പെറ്റി ക്യാഷ് ബുക്ക് ഐറ്റംസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് നേരത്തെ തന്നെ കൊടുത്ത് അതിൻ്റെ ആ ഒരു ട്രാൻസാക്ഷൻസൊക്കെ കറക്റ്റ് ടൈമിൽ ചെയ്തു പോകാനായിട്ടുള്ള ആ ഒരു സിസ്റ്റമാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. അങ്ങനെ തന്നെയാണ് പെറ്റി ക്യാഷ് ബുക്കും പെറ്റി ക്യാഷ്യർ ആ ഒരു പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ ഇംപ്രസ്ഡ് സിസ്റ്റം വഴിയാണ്. Okay, thank you for watching.